ആശുപത്രി ഭരണത്തിൽ അടിയന്തര പരിഷ്കാരങ്ങൾ വേണമെന്ന് ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ഇക്ബാൽ. ഉപകരണങ്ങളും മരുന്നുകളും വാങ്ങുന്ന കാര്യത്തിൽ കാലോചിതമായ പരിഷ്കരണങ്ങൾ ഉണ്ടാവണം. സ്ഥാപന മേധാവികൾക്കുള്ള സാമ്പത്തിക അധികാരം വർദ്ധിപ്പിക്കണം. ആശുപത്രി ജീവനക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടില്ല എന്നത് ഗുരുതരമായ പ്രശ്നമെന്നും ഡോക്ടർ ഇക്ബാൽ. ഷിജോ കുര്യൻ വിശദാംശങ്ങൾ നൽകും. ഷിജോ, ഡോക്ടർ ഹാരിസ് ഉയർത്തിവിട്ട പ്രതിഷേധത്തിന്റെ തുടർച്ചയെന്ന രീതിയിൽ കാണണമോ ഈ ഇക്ബാലിന്റെ പ്രതികരണത്തെ? എന്താണ് അദ്ദേഹം പറയുന്നത്? സൈഫുദ്ദീൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വിവാദമാവുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും വിവാദങ്ങൾ പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അലയലുകൾ അവസാനിച്ചിട്ടുമില്ല. അതിനിടയിലാണ് ഒരു വിവാദപരമായിട്ടുള്ള പോസ്റ്റൊന്നുമല്ല ഡോക്ടർ ഇക്ബാൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. ഡോക്ടർ ഇക്ബാൽ നേരത്തെ മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗത്തിലെ ഡോക്ടറായിരുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കോവിഡുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയായിരുന്നു. അദ്ദേഹം കുറേയധികം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിട്ടിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് കുറിപ്പ് ആദ്യം തുടങ്ങുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ വലിയ രീതിയിൽ പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് തുടങ്ങുന്നത്. രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ആരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പോൾ അതിനിടയ്ക്ക് അടുത്ത കാലത്തായിട്ടുണ്ടായിട്ടുള്ള പല വിഷയങ്ങളെയും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ശ്രീചിത്രയിൽ ഉപകരണമില്ലാത്തത് മൂലം ശസ്ത്രക്രിയ മുടങ്ങിയ സാഹചര്യം, യൂറോളജി വിഭാഗത്തിൽ ഉപകരണമില്ലാത്തത് മൂലം ശസ്ത്രക്രിയ മുടങ്ങിയെന്നുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ്, ഈ രണ്ട് കാര്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ഫേസ്ബുക്കിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്നത്. നമ്മുടെ ഈ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും മരുന്നുകളും ഉപകരണങ്ങളും വാങ്ങുന്ന കാര്യത്തിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരം ഉണ്ടാവണം. ഈ കാലോചിതമായ പരിഷ്കാരം ഉണ്ടാവുന്നതിനോടൊപ്പം തന്നെ എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, പ്രിൻസിപ്പൽ, ഡയറക്ടർ ഇവർക്കുള്ള സാമ്പത്തിക അധികാരം വർദ്ധിപ്പിക്കണം. നമ്മൾ രാവിലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വലിയ നൂലാമാലകൾക്കിടയിലാണ് ഈ പറയുന്ന സൂപ്രണ്ടിൻ്റെയും പ്രിൻസിപ്പലിൻ്റെയും DMEയുടെയും ഒക്കെ അധികാരം. അപ്പോൾ അങ്ങനെയുള്ള ആ നൂലാമാലകൾ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ സാമ്പത്തിക അധികാരം വർദ്ധിപ്പിക്കണം. സ്ഥാപന മേധാവികൾക്കുള്ള സാമ്പത്തിക അധികാരം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആധുനിക സേവന മേഖലകളെല്ലാം ആധുനികവൽക്കരിച്ചുകൊണ്ട് പൊതുജന സൗഹൃദമാക്കാനുള്ള സവിശേഷമായിട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ വൈകരുത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു പൊതുജന അന്തരീക്ഷം ആശുപത്രികളിൽ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ഒട്ടും വൈകാൻ പാടില്ല. അതുപോലെ തന്നെ നേരത്തെ ഈ പറയുന്ന ഭരണതലപ്പത്തിരിക്കുന്ന, കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് ചിറക്കൽ സൂചിപ്പിച്ചത്, ഭരണതലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് അഡ്മിനിസ്ട്രേഷൻ്റെ ബാലപാഠം പോലും അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഇനി എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയാത്ത അവർ പകച്ചു നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ഭരണതലപ്പത്ത് അങ്ങേയറ്റം പ്രവൃത്തി പരിചയമുള്ള, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള കോഴ്സുകൾ പഠിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്ന, ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആളുകളെ മെഡിക്കൽ കോളേജുകളുടെ തലപ്പത്തേക്ക് കൊണ്ടുവരണം. സൂപ്രണ്ടായാലും ഈ പറയുന്ന പ്രിൻസിപ്പളായാലും അങ്ങനെ ഭരണ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിവുണ്ടാവണം എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് ആശുപത്രികളിലെ ജീവനക്കാരുടെ എണ്ണം സംബന്ധിച്ചാണ്. രോഗികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചുള്ള ജീവനക്കാരുടെ ആനുപാതികമായിട്ടുള്ള വർധന അവിടെയും ഉണ്ടാകണം. ഡോക്ടർമാരായാലും നേഴ്സുമാരായാലും മറ്റ് ബന്ധപ്പെട്ട ജീവനക്കാരായാലും അങ്ങനെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും മറ്റ് ആശുപത്രികളിലുമൊക്കെ കൃത്യമായിട്ട് രോഗികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചുകൊണ്ട് ജീവനക്കാരുടെ എണ്ണം കൂടി കൂട്ടണം എന്നുള്ള നിർദ്ദേശമടക്കമുള്ള കാര്യങ്ങളാണ് ഡോക്ടർ ഇക്ബാൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ എഴുതിയിട്ടിരിക്കുന്നത്. ഡോക്ടർ ബി ഇക്ബാലിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ അദ്ദേഹം കടമെടുത്തുകൊണ്ട് അതിൽ നിന്ന് ചില വാചകങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ പോസ്റ്റും ഇട്ടിരിക്കുന്നത് അദ്ദേഹം. പക്ഷേ അതിനൊരു വിമർശനാത്മക സ്വഭാവമില്ല. മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. ഇതേ രീതിയിൽ മുമ്പോട്ട് പോയാൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ആരോഗ്യ മേഖല പോകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട്.